ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മൾ വീടിൻ്റെയൊക്കെ പ്ലംബിങ് ചെയ്യുന്ന സമയത്ത് നമുക്ക് സോളാർ വാട്ടർ ഹീറ്റർ, നമ്മളെ വീടിൻ്റെ ഏറ്റവും ടോപ്പിൽ വയ്ക്കുന്ന സോളാർ വാട്ടർ ഹീറ്റർ നമുക്ക് അതിൻ്റെ പൈപ്പും കാര്യങ്ങളൊക്കെ എങ്ങനെ കൊണ്ടുവരാമെന്നും അതിൻ്റെ ഡീറ്റെയിൽസാണ് നമ്മൾ നോക്കുന്നത്. ഇത് മെയിനായിട്ട് വരുന്ന മുകളിലേക്ക് പോയിരിക്കുന്ന ബാത്റൂമുകളുടെ ലൈനുകളെല്ലാം കംപ്ലീറ്റ് വന്നിരിക്കുന്നത്. പിന്നെ അതിൻ്റെ മുകളിൽ ഈ കാണുന്നതാണ്, അതായത് മെയിനായിട്ട് വരുന്ന ടാങ്കിൽ നിന്ന് വെള്ളമാണ്. 2 ഇഞ്ച് വാൽവ് കാണാൻ സാധിക്കും. പിന്നെ അതിൻ്റെ സെൻറ്ററിൽ ഒരു പൈപ്പ് കണ്ടോ, ഒരു 3/4 ഇഞ്ച് പൈപ്പ്. ഇതാണ് നമ്മുടെ വാട്ടർ ഹീറ്റർ, അതായത് മുകളിൽ നിന്നുള്ള സോളാർ വാട്ടർ ഹീറ്ററിൽ നിന്ന് ഏറ്റവും മുകളിൽ നിന്നാണ് ഇത് വരുന്നത്. ആ മുകളിലാണ് ടാങ്കിൻ്റെ അവിടെ നമ്മൾ വെക്കുന്നു. ടാങ്കിൻ്റെ ആ ഏരിയയിലാണ്, അതായത് വാട്ടർ ടാങ്കിൻ്റെ അടുത്താണ് നമ്മൾ സോളാർ വാട്ടർ ഹീറ്ററിൻ്റെ സ്റ്റാൻഡും കാര്യങ്ങളും എല്ലാം വെക്കുന്നത്. അവിടെ നിന്ന് ഒരു CPVC പൈപ്പ്, ചൂടുവെള്ളത്തിൻ്റെ പൈപ്പാണ് ഈ കൊണ്ടുവന്നിരിക്കുന്നത്. ഈ കൊണ്ടുവന്നിരിക്കുന്ന പൈപ്പ് നമ്മൾ മുകളിലത്തെ ബാത്റൂമുകളിലെല്ലാം കയറ്റിയതിന് ശേഷം നേരെ താഴെ വന്നതിന് ശേഷം, അതായത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും കണ്ടോ, അതായത് അതായത് തറയുടെ കെട്ടുമ്പോൾ വെച്ചാണ് പോയിരിക്കുന്നത്. പിന്നെ ഓരോ ബാത്റൂമിലേക്ക് സെപ്പറേറ്റ് കൊടുത്തിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അതായത് എന്തിനാ അങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ചൂടുവെള്ളത്തിൻ്റെ പൈപ്പ് മണ്ണിലൂടെ ഇടാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം മണ്ണിലൂടെ പോകുമ്പോൾ എത്ര ലെങ്ത്ത് പോകുന്നോ എത്രയും നേരം മാത്രം തണുത്ത വെള്ളമായിട്ട് എപ്പോഴും പോകും. അതായത് മണ്ണിൻ്റെ അടിയിൽ നിൽക്കുന്ന സമയത്ത് വെള്ളം പെട്ടെന്ന് ആ ചൂട് പോയി തണുത്ത അവസ്ഥയായിരിക്കും. അപ്പോൾ നമ്മൾ എവിടെ നോക്കിയാലും നമ്മൾ തുറക്കുന്ന സമയത്ത് തണുത്ത വെള്ളമായിരിക്കും കിട്ടുക. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മാക്സിമം മണ്ണിലൂടെ ഇടാതെ കെട്ടിലൂടെ വെച്ച് പോകുന്നതാണ് ഏറ്റവും നല്ലത്. കെട്ടിലൂടെ ഈ വെച്ച് പോയതിന് സൈഡിൽ കെട്ടിലൂടെ പോയതിന് ശേഷം സാഡിലുകൾ കൊടുത്തിരിക്കുന്നു. പിന്നെ വരുന്ന ബാത്റൂമുകളിലേക്ക് നമ്മൾ കൊടുത്തിരിക്കുന്നത്, പിന്നെ ഇവിടെ ഒരു ഏരിയ വരിയിൽ ബാത്റൂം വരുന്നുണ്ട്. അവിടെ ഒരു ഇട്ടതിന് ശേഷം നേരെ ചൂടുവെള്ളത്തിന് ആ ബാത്റൂമിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ തൊട്ടുപുറത്ത് കാണുന്ന പച്ചവെള്ളമാണ് കൊടുത്തിരിക്കുന്നത്. പച്ചവെള്ളം ബാത്റൂമിലേക്ക് കയറിയിരിക്കുന്നു. പിന്നെ ഇത് നമ്മൾ കൊണ്ടുവന്നതിൻ്റെ ചൂടുവെള്ളം ഈ നമ്മുടെ വീടിന് ചുറ്റുമുള്ള എല്ലാ കെട്ടിലേക്കും കെട്ടിലൂടെയാണ് കൊണ്ടുപോയിരിക്കുന്നത്. അതായത് ആ തറയുടെ കെട്ടിലൂടെ കൊണ്ടുപോയിരിക്കുന്നു. പിന്നെ അത് മാത്രമല്ല, നമ്മളെല്ലാം തന്നെ സാഡിൽ ചെയ്ത് കറക്റ്റായത് വെച്ചിരിക്കണം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇളകിപ്പോകാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് കറക്റ്റായിട്ട് സാഡിൽ ചെയ്ത് ഭിത്തിയോട് ശരിക്കും ചേർത്ത് കറക്റ്റ് ചെയ്ത് വെച്ചിരിക്കണം. പിന്നെ ഇവിടെയും ഒരു ബാത്റൂം വരുന്നുണ്ട്. ഇത് ഒരു 4 ഇഞ്ച് ക്രോസിങ് വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒരു ബാത്റൂം വരുന്നത്. ഈ ബാത്റൂമിലേക്ക് നമ്മൾ ഇട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സെപ്പറേറ്റ് വാൽവ് വെക്കണമെങ്കിൽ വയ്ക്കാം, വെച്ചില്ല എന്ന് വെച്ചാൽ പ്രശ്നമില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൾറെഡി ഹീറ്ററിൻ്റെ ഇന്നാണ് നമ്മളിവിടെ കൊടുക്കുന്നതുകൊണ്ട് വാൽവ് സെപ്പറേറ്റ് വേണമെന്ന് നിർബന്ധമില്ല. ഇനി നമ്മൾ മെയിനായിട്ട് നമ്മൾ ഈ ഹീറ്ററിൻ്റെ അതായത് സോളാർ വാട്ടർ ഹീറ്റർ മെയിനായിട്ട് വരുന്നത് നമ്മുടെ സിങ്കിലേക്കാണ് വരുന്നത്. അത് ഏത് സിങ്കാണെന്ന് ആദ്യമേ നമ്മൾ തീരുമാനിക്കണം. നമ്മൾ സാധാരണ നോർമൽ ലെവലുള്ള സിങ്ക് ഉണ്ട്, അതായത് കിച്ചണിലെ സിങ്ക് ഉണ്ടാവും, വർക്ക് ഏരിയയിലെ സിങ്ക് ഉണ്ടാവും. ഏത് സിങ്കാണോ വേണ്ടത് ആ സിങ്കിലേക്ക് ആദ്യം തീരുമാനിക്കുക. അത് കൊണ്ടുവരിക്കുന്ന രീതിയാണ് ഈ കാണുന്നത്. അതായത് ആദ്യത്തെ സിങ്ക് നമ്മൾ നേരത്തെ കണ്ടു, ആ സിങ്കിൽ ആവശ്യമില്ല, അവിടെ നമ്മൾ ചൂടുവെള്ളത്തിൻ്റെ ആവശ്യമില്ല. വർക്ക് ഏരിയയിലാണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വർക്ക് ഏരിയ വരെ, അതായത് ഏറ്റവും ടോപ്പിൽ നിന്ന് വർക്ക് ഏരിയ വരെ, അതുപോലെ തന്നെ എല്ലാ ബാത്റൂമിലേക്കും കൊണ്ടുവന്നിരിക്കുന്നതാണ് ഈ കാണുന്നത്. അത് വർക്ക് ഏരിയയിലേക്ക് വന്നു. നമ്മളിവിടെ ഒരു വർക്ക് ഏരിയയിൽ വരുന്നത് 2.5 ഇഞ്ച് പൈപ്പാണ് വേസ്റ്റ് ഇട്ടിരിക്കുന്നത്. പിന്നെ ഇവിടെ നമ്മളൊരു 3 പൈപ്പ് സിങ്കിൽ വരുന്നുണ്ട്. അതായത് മോട്ടറിൽ നിന്ന് വരുന്ന വെള്ളം വരുന്നുണ്ട്, ചൂടുവെള്ളം വരുന്നുണ്ട്, പിന്നെ അതുപോലെ തന്നെ ടാങ്കിൽ നിന്നുള്ള വെള്ളം വരുന്നുണ്ട്. ഈ ഏരിയയിലെ വർക്ക് ഏരിയയിലേക്കാണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏറ്റവും ടോപ്പിൽ വാട്ടർ ടാങ്കിൽ നിന്നും സോളാർ വാട്ടർ ഹീറ്റർ വയ്ക്കുന്ന വാട്ടർ ഹീറ്ററിൽ നിന്നും എല്ലാ ബാത്റൂമിലേക്കും കൊടുക്കാവുന്ന രീതിയിലാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ കിച്ചണിലേക്ക് കൊടുക്കുന്നുണ്ട്. പിന്നെ വർക്ക് ഏരിയയിലേക്ക് ആവശ്യമുണ്ടെങ്കിൽ വർക്ക് ഏരിയയിലേക്ക് കൊടുക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്നത് വർക്ക് ഏരിയയിലേക്കാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ സോളാർ വാട്ടർ ഹീറ്ററിൻ്റെ പൈപ്പ് CPVC പൈപ്പ് എങ്ങനെ കൊണ്ടുവരാമെന്നും എങ്ങനെ കണക്ട് ചെയ്യാമെന്നുള്ളൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിക്കാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാനും മടിക്കരുത്. അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.